സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുകയാവില്ലല്ലോ? ഓ ഇല്ല. ടേസ്റ്റ് ഏകദേശം അറിയാം, അതുകൊണ്ട് ഇവിടെ കാണുമെന്ന് ഊഹിച്ചു. ശ്രീദേവി, പരിഭ്രമിക്കണ്ട, ചോദിച്ചോളൂ. വിസ്താരം തുടങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് ചോദിക്കാം. എന്തു? തട്ടിയാൽ ഉടയും എന്ന പോലെ മാറി നടക്കാഞ്ഞാ മതി ആളുകൾ. ഞാനൊരു പളിങ്ക് പാവയാൻ തോന്നിയിട്ടുണ്ടാവും എന്റെ വീട്ടുകാരുടെ മട്ട് കണ്ടാൽ, അല്ലേ? അല്ല, അച്ഛൻ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ. ഒത്തുതീർപ്പിന് വഴിയൊന്നുമില്ലേ? എന്താ, ഒന്ന് ശ്രമിക്കണമെന്നുണ്ടോ? നോക്കാം. പക്ഷേ ഉപദേശം മാത്രം വേണ്ട. അച്ഛന്റെ, ചേട്ടന്റെ ഒരുപാട് ആളുകളുടെ ഉപദേശം കേട്ടു. ഇനി ഉപദേശം മാത്രം തരരുത്. ഉപദേശമല്ല, ആക്ച്വൽ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ എനിക്കാവുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ പറഞ്ഞാലല്ലേ? ഒരു വിഷമവുമില്ല. സ്ഥിരം വിഷമതകൾ ഒന്നുമില്ല. പേടിക്കണ്ട. മൂന്നാം ചേരിയും ഇല്ല. പിന്നെ നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്ക്. പറഞ്ഞിട്ടല്ല, ആ ഭാവം, ദാറ്റ് ഈസ് ടെറിബിൾ. ഒക്കെ തോന്നലാവും. അച്ഛൻ പറഞ്ഞത് ആള് വളരെ വളരെ ജനറസ് അല്ലേ? ഒരു കാര്യം അധികമായാൽ ശ്വാസം മുട്ടും. ആദ്യത്തെ ആഴ്ച ഒരു സിനിമയുടെ കാര്യം പറഞ്ഞുപോയി. പിറ്റേന്ന് വീഡിയോ എത്തി. എന്നെ കാക്കണ്ട. തനിച്ചങ്ങനെ പോകുന്നത് സ്റ്റാറ്റസിന് മോശം. ഇഷ്ടമുള്ളപ്പോൾ വീട്ടിലിരുന്ന് കാണാം. എനി കംപ്ലൈന്റ്സ്? നോ. എന്റെ ഒരു ഗുരുവിന്റെ കച്ചേരി. ആള് സ്ഥലത്തില്ല, സമ്മതം ചോദിക്കാൻ. പോയെന്നറിഞ്ഞപ്പോൾ എതിരില്ല. ഏതോ ചെറിയ കൂട്ടർ ചെറിയ സ്ഥലത്ത് നടത്തിയ ഒരു പരിപാടി. അതുകൊണ്ട് സ്റ്റാറ്റസ്. വളരെ വളരെ ചെറിയൊരു വാക്ക്. ഇടയ്ക്ക് ഒന്നു മാത്രം നോക്കിയാൽ മതി, സ്റ്റാറ്റസ്. എല്ലാ ക്ലാസിക് റെക്കോർഡുകളും സ്റ്റീരിയോവും അന്ന് വീട്ടിലെത്തി. എനി കംപ്ലൈന്റ്സ്? നോ. ഇഷ്ടമല്ലേ ശ്രീദേവി? ഓ, ടൈം ടേബിളും ഷെഡ്യൂളും വെച്ച ഇഷ്ടം. ശരിക്കും ഇഷ്ടമാണ്. പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ഒരു കാൽക്കുലേറ്റർ പോലെ, മെമോ ബുക്ക് പോലെ, ജർമ്മൻകാരെ ഇറക്ട് ചെയ്ത് പുതിയ പ്ലാന്റിന്റെ മിഷനറി പോലെ. വളരെ വളരെ ഇഷ്ടം. എനി കംപ്ലൈന്റ്സ്? നോ സർ. ഞാൻ നിയമം ആലോചിക്കായിരുന്നു, വലിയ വിദഗ്ധനല്ലെങ്കിലും. ഡ്രോയിങ് റൂമിലെ ക്യൂരിയസിന്റെ കൂട്ടത്തിൽ ഒന്നായി നിൽക്കാൻ വയ്യ, അതുകൊണ്ട് പോന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അങ്ങനെയാ. ചിലപ്പോൾ ശരി ആഭാഗത്താവും. യോജിക്കാൻ വയ്യെന്ന് ഉറപ്പായാൽ ഒരു ജോയിന്റ് പെറ്റീഷൻ മതി. അതാ അവിടെ ഉണ്ട്. ഈശ്വര, ഇനി തെരയാത്ത സ്ഥലമില്ല നിന്നെ. ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ആരും പേടിക്കണ്ട. ശ്രീദേവിക്ക് എനിക്ക് വേണ്ട. റിപ്ലൈ പെയ്ഡ് ആണ് എന്ന് മടങ്ങുമെന്നറിയാൻ വിജയശങ്കറിന്റെ സിമ്പിൾ ആണ് മെസ്സേജ്. ഇൻഫോം യുവർ ഡേറ്റ് ഓഫ് റിട്ടേൺ. നോ റിപ്ലൈ. ആഹാ, ഞാൻ ആ പ്രോബ്ലമാണ് സംസാരിച്ചിരുന്നത്. അവൾക്ക് ആരെയും ശരി ബോധിക്കില്ല. ചെറുപ്പത്തിലും ഒരു 10 ആളെ മടക്കി അയച്ചിട്ടാ ഇത് വന്നത്. ചിലർക്ക് സൗകര്യം കൂടി പോയാലും കുഴപ്പമാണ്. ഇതിനൊക്കെ ഓടാൻ ഞാനും. കഴിക്കാറായി. മൂപ്പര് വരണത് കാക്കണില്ലെങ്കിൽ ഇരിക്കാം. വരട്ടെ. ഓ, എടോ, താനിവിടെ ഒളിച്ചും പതുങ്ങി നിൽക്കണ്ട. വേണമെങ്കിൽ അകത്ത് വന്നോ. ഓ,
നീയാണോ? അകത്ത് വാ. വേണ്ട. വാ. നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയും? കുറേശ്ശെ ടൂറിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. Then come on. Oh, baby, got to know, I got to know, got to know, I got to know, I got to feel, I got to shake, got to know, yeah, baby. കുഴപ്പമില്ലതൊന്നും. പക്ഷേ പുറത്തിറങ്ങി നടക്കുമ്പോ ഒരു ടെമ്പററി റോളിലാണെന്ന് മറന്ന് വല്ല കാശുകാരൻ ഞൊടിച്ചു വിളിച്ചാൽ പിറകമായിരുന്നു. നിന്റെ ചോരയിലതുണ്ടല്ലോ. പേടിക്കണ്ട, നിന്നൊന്നും ചെയ്യില്ല, പറയൂല്ല. അവസാന നിമിഷത്തിൽ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ട് കടന്നു കളഞ്ഞ റാസ്കലുണ്ടല്ലോ, എന്റെ ചങ്ങാതി, അവന് കൊടുത്തോളാം. പരമേശ്വര, ഊണെടുത്ത് വെച്ചേക്ക്. അവിടെ ഒരു ഗ്ലാസ് വീണ് പൊട്ടി, അതെടുത്ത് കളഞ്ഞേക്ക്. കുട്ടികൾ ആരുമില്ലേ ഇവിടെ? ഒന്ന് കൈ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി നടക്കാറുന്നു. അച്ഛൻ ഇവിടെ മുറ്റത്ത് തന്നെ നടന്നോളൂ. നിർമ്മലയും ശ്രീദേവിയും ആരുമില്ലേ ഇവിടെ? ആരുമില്ല. കിടന്നിട്ട് കയ്യും കാലും കൊളുത്തി പിടിച്ചെടുക്കണം. ഒന്ന് കൈ പിടിച്ചാൽ 10 അടി നടക്കാറുന്നു. മറ്റൊരു സംഗീതം കണ്ടെത്തിയല്ലോ, കൊള്ളാം. തെരഞ്ഞുപിടിച്ചു വന്നു തന്നെയാണ്, ക്ഷമിക്കണം. വെറുതെ ഈ വഴി വന്നപ്പോ കണ്ടു എന്ന് കളവ് പറഞ്ഞില്ലല്ലോ, നന്നായി. നമ്മൾ എവിടെയോ പറഞ്ഞു നിർത്തി മുമ്പ്. ഞാൻ മറ്റേ പ്രോബ്ലം തന്നെ ആലോചിക്കായിരുന്നു. ഒരു ജോയിന്റ് പെറ്റീഷൻ, 2 ആളും കൂടെ ഒപ്പിട്ട് ഫയൽ ചെയ്യണം. 6 മാസത്തിനകം ഓർഡർ ആവും. കേസ് നടത്തിയിട്ടുണ്ടോ? പറഞ്ഞില്ലേ, വക്കീൽ പഠിപ്പും മുഴുമിച്ചില്ല. പക്ഷെ ഇതൊക്കെ എനിക്കറിയാം. ഐ മീൻ, ഒത്തുതീർപ്പിന് ഒരു പോസിബിലിറ്റിയും ഇല്ലെങ്കിൽ ഞാനൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കാം പോകുന്നതിന് മുമ്പ്. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ജയസിൽ തിരക്ക് കൂട്ടുന്നു. തിരക്ക് മിസ്സിസ്റ്റോ അതോ ബിസിനസ്സുകാരെപ്പോഴും ബിസി ആയിരിക്കും? ഓ, ബിസിനസ് ഞാനൊന്നും നോക്കാറില്ല. ഒക്കെ പൊളിവാണെന്നറിയാം. എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല. വക്കീലായില്ല, പാട്ട് പണ്ടേ ഒഴിവാക്കി, ബിസിനസ്സിനും പറ്റില്ല, പിന്നെ എന്തിനാ പറ്റുക? അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടാവുമോ? ചെറിയ ക്ലാസ്സിൽ കോമ്പോസിഷൻ എഴുതിയിട്ടില്ലേ, ഞാൻ ആരാവണം, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ? അധ്വാനിക്കാതെ കാശ് കിട്ടാൻ തുടങ്ങിയപ്പോൾ തീർന്നു. ഒന്നിനും കൊള്ളാത്തവനായി. വളരെ വൈകിയാണത് മനസ്സിലായത്. അത്ര വൈകിയോ? പറയണ കേട്ടാ തോന്നും ഏകദേശം മുത്തശ്ശന്റെ ഒപ്പം എത്തി ദിവസം എണ്ണിയിരിക്കുകയാണെന്ന്. ആത്മകഥ ആരംഭിക്കുകയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ചിലത് പറയട്ടെ. പറയൂ. കോളേജ് പഠിക്കുന്ന കാലത്ത് അച്ഛൻ മരിച്ചു. അടുത്ത ബന്ധുക്കൾ ആരുമില്ല. സ്വത്തുക്കൾ നോക്കി നടത്താൻ
സർക്കാർ റിസീവർ വെച്ച് തന്നു. റിസീവർ ഓഫീസിൽ നിന്നാണ് പണം വന്നോട്ടിരുന്നത്. കുട്ടികൾ എനിക്കൊരു പേരിട്ടിരുന്നു, സർക്കാർ ദാസ്. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്ന ചില പഴയ ഫ്രണ്ട്സ് ഉണ്ട്. ടൈറ്റിൽ നന്ന്, സർക്കാർ ദാസ്. ചിങ്കെന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ ജയശ്രീയോട് പറയാം, മോനുണ്ടായാൽ ചിങ്കെന്ന് വിളിക്കാൻ. ബൈ ദ ബൈ, കൺഗ്രാചുലേഷൻസ്. അമ്മ വിവരം പറഞ്ഞു. ആഘോഷിക്കേണ്ടതാണ്. ശ്രീദേവിയുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വന്നിട്ട് എന്റെ ക്രൈസിസ്. മുത്തച്ഛന് സന്തോഷം. എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് അവിടുന്ന് ശാപ്പാട് വരണം. എന്തേ എന്നിട്ട് പറയാഞ്ഞത്? അടുക്കളക്കാര്യമല്ലേ, ഇവിടെ അറിയില്ല എന്റെ പരിപാടി. വരണേ. എന്തിനാ ഈ ഫോർമാലിറ്റി? കുറെ ഫ്രീ ആയിരിക്കാനല്ലേ എല്ലാവരും ഇവിടെ വരുന്നത്. ഇവിടെയും അടുക്കളപ്പണിയുടെ ഭാരം വേണോ? അവൾ പറഞ്ഞിട്ട് കാര്യമില്ല.